അല്ല, കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ പാളിച്ചയാണ് ഈ ജാതി സെൻസസ് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളത്. കാരണം ജാതി സെൻസസ് ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ളത് ഹിന്ദുത്വ പ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല, മറിച്ച് ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദുരഭിമാന കൊല നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി മിണ്ടാതിരിക്കാതെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുക. കുട്ടികൾ ജാതിപരമായിട്ട് വിവേചനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുക. കാരണം ഇവിടെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവുള്ളൂ, നവോത്ഥാനം നടന്ന നാടല്ലേ എന്ന് പറയുന്നതിനെയാണ് ഞാൻ നവോത്ഥാന ദുരഭിമാനം എന്ന് പറയുന്നത്. ഈ രമണന് ജാതി ഇല്ലല്ലോ. ഇടയനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ജാതി ഒന്നും അറിയില്ല, ചന്ദ്രികയുടെ ജാതി നമുക്കറിയില്ല. കാരണം വർഗസ്ഥാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. സൂര്യനും പുല്ലും തമ്മിലുള്ള ബന്ധമാണ്, അത് സാമ്പത്തിക ഉച്ചനീചത്വമാണ് ഉള്ളത്. അല്ലാതെ ജാതി അവിടെ പ്രശ്നവൽക്കരിക്കപ്പെടുന്നതേ ഇല്ല. ഇസ്ലാമോഫോബിയ ഉണ്ട്, മാർത്താണ്ഡവർമ്മയിലെ ഇസ്ലാമോഫോബിയ, സി വി രാമപിള്ളയുടെ മാർത്താണ്ഡ, ഹിന്ദുലേഖയിലെ ഇസ്ലാമോഫോബിയ ഹിന്ദുലേഖയിലുണ്ട്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധാര മുമ്പ് തന്നെ ഉണ്ട്. 1990-കളിൽ നിയോ ലിബറലിസം ഉണ്ടാകുന്നു. ഈ നിയോ ലിബറലിസം ശക്തിപ്പെടുന്നു 90-കളിൽ. ഈ ഘട്ടത്തിൽ തന്നെയാണ് മുതലാളിത്തം എന്ന് പറയുന്നത് ജനാധിപത്യവും മാത്രമായി അഡാപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണെന്നും മുതലാളിത്തത്തിന് ജനാധിപത്യം അനിവാര്യമാണെന്നും എന്നുള്ള പല വാദങ്ങളും ഉയരാറുണ്ട്. പക്ഷേ മുതലാളിത്തം ഇപ്പോഴുള്ള ഘട്ടത്തിൽ പല വലതുപക്ഷ ഇസ്ലാമോഫോബിക്കായ വലതുപക്ഷവും സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങളുമായി മുതലാളിത്തം വളരെ രഞ്ജിപ്പോടെ മുന്നോട്ട് പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഇത് മുതലാളിത്തത്തിൻ്റെ ഒരു നിയോ ലിബറൽ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു അഡാപ്റ്റേഷനാണോ, അതോ അങ്ങനെ തന്നെയാണോ എല്ലാ കാലത്തും? അല്ല, മുതലാളിത്തം ഒരു കാലത്തും ഒരു നിയതമായ ഒരു രാഷ്ട്രീയ സംവിധാനം വേണം എന്ന് പറഞ്ഞിട്ടില്ല, ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് ഏറ്റവും കൂടുതൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നത് ഫ്യൂഡൽ ഘടനയുമായിട്ടായിരുന്നു. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഫ്യൂഡൽ ഘടന എല്ലാ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു മൊണാർക്കി എന്ന് പറയുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ആ മൊണാർക്കിയുടെ ഒരു ഇൻ്റർവെൻഷൻസ് സ്വഭാവം ആവശ്യമില്ല എന്ന് മാത്രമേ മുതലാളിത്തം പറഞ്ഞിരുന്നുള്ളൂ. മുതലാളിത്തത്തിൻ്റെ വളരെ ഏറ്റവും കൃത്യമായിട്ടുള്ള ആവശ്യം സാമ്പത്തിക മേഖലയിൽ സ്റ്റേറ്റ് ഇടപെടരുത് എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പോൾ ആദം സ്മിത്തിനെ പോലുള്ളവർ പറയുന്ന ലെയ്സെ ഫെയർ എന്ന് പറയുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമില്ലാത്തൊരു സ്ഥലമാണെന്നാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഗവൺമെൻറ്റിന് ഇടപെടാം, മതത്തിൻ്റെ കാര്യത്തിലോ എന്തിൻ്റെ കാര്യത്തിൽ വേണമെങ്കിലും ഇടപെടാം. പക്ഷേ ഇക്കണോമിയിൽ പിന്നെ ഒരാൾക്കൊരു ഷർട്ട് വേണമെങ്കിൽ അയാൾ പൈസ കൊടുക്കുന്നു, ഷർട്ട് വാങ്ങിക്കുന്നു, അയാൾക്ക് ഷർട്ട് വേണ്ടതുകൊണ്ട് വേറൊരാൾ ഷർട്ട് തയ്ച്ചു വയ്ക്കുന്നു. ഇതിനകത്ത് എന്തിനാണ് ഗവൺമെൻറ് ഇടപെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നികുതി വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നു, ഇടുന്നു, അത്രയേ ഉള്ളൂ. കമോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വതന്ത്രമായ ഒരു മണ്ഡലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് വേറൊരു പ്രാധാന്യം ഇവിടെ സ്റ്റേറ്റിന്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇതിൽ ഇടപെടേണ്ട എന്നുള്ളതാണ് ഈ എക്കോണമി. അതാണ് സ്വാതന്ത്ര്യം. ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമുള്ള നിയോ ലിബറലിസം വരുന്നവരെയുള്ള കാലഘട്ടത്തിലെ മുതലാളിത്തം അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ. അല്ല, അങ്ങനെയായിരുന്നു. കാരണം ചില മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിപണിക്കുള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്പോഴും നമ്മൾ ഈ ലിബറലൈസേഷൻ എന്നാണല്ലോ പറയുന്നത്, ഉദാരവൽക്കരണം എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വാക്ക് ലിബറലൈസേഷനാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അത് വരുന്നത്. വിപണിക്കുള്ള സ്വാതന്ത്ര്യം മാത്രമേ മുതലാളിത്തം ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ഏത് ഗവൺമെൻറ് വിപണിക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്താലും അവർക്കത് മതി. പക്ഷേ ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് വേണ്ടി വന്നത് എപ്പോഴാണ്? അത് വർഗസമരത്തിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഈ മൊണാർക്കിയുടെ അധികാരം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ മുതലാളിത്തം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്വതന്ത്ര വിപണി ഉണ്ടാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാഹകം എന്ന് പറയുന്നത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പ്രശ്നമായി മാറുന്നത്. തെരഞ്ഞെടുപ്പിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കൊക്കെ വോട്ട് ചെയ്യാം എന്നുള്ള പ്രശ്നം വന്നു. ആർക്കൊക്കെ വോട്ട് ചെയ്യാം എന്നുള്ള പ്രശ്നം വന്നപ്പോൾ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്, മാർസിനെ പോലുള്ളവർ മറ്റു പലരും യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എന്നുള്ള ഇത് ഉന്നയിച്ചു. സ്ത്രീകൾക്ക് വോട്ട് അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും മുതലാളിത്തത്തിൻ്റെ പദ്ധതിയല്ല. മുതലാളിത്തത്തിന് അതിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോയിട്ടുള്ള പരിമിതമായ ഒരു തെരഞ്ഞെടുപ്പ് മാത്രം മതി. അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അതിനനുകൂലമായിട്ടുള്ള ഒരു നയപരിപാടി എടുത്താൽ മതി. പക്ഷേ അങ്ങനെ ഒരു ചരിത്ര ഘട്ടത്തിൽ ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ക്യാപിറ്റലിസവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണല്ലോ ഈ സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് ഫുക്കുയാമ പുസ്തകം എഴുതിയല്ലോ, ചരിത്രം അവസാനിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ ചരിത്രം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രക്രിയകൾ മുഴുവൻ അവസാനിച്ചു എന്നല്ല. ചരിത്രം അവസാനിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു പൊളിറ്റിക്കൽ ഗവേണൻസിനുള്ള മോഡൽ, ഒരു മാതൃക അതിൻ്റെ ആരംഭത്തിലെത്തിയിരിക്കുന്നു. മറ്റൊരു പരീക്ഷണം ഇതിനെ അതിജീവിക്കാനില്ല. അപ്പോൾ ഇത് ഹെഗൽ ഉപയോഗിച്ചത് ഈ പ്രഷ്യൻ സ്റ്റേറ്റ് രൂപം കൊണ്ട സമയത്ത്, പ്രഷ്യൻ സ്റ്റേറ്റ് ആണ് മനുഷ്യൻ്റെ സിവിലൈസേഷൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ഭരണരൂപം ഈ പ്രഷ്യൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇനി ഒരു പരീക്ഷണം മനുഷ്യൻ നടത്താനില്ലാത്തതിനാൽ ചരിത്രം അവസാനിച്ചു എന്നാണ് ഹെഗൽ പറഞ്ഞത്. ഫുക്കുയാമ പറയുന്നത് എന്താണ്? സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ലിബറൽ ജനാധിപത്യം അല്ലാതെ മറ്റൊരു ഭരണരൂപം ഇനി മനുഷ്യന് സഹിക്കാൻ സാധിക്കില്ല.
എന്നുള്ളതിൻ്റെ തെളിവാണിത്. അതുകൊണ്ട് ലിബറൽ ജനാധിപത്യത്തോടു കൂടി ചരിത്രം അവസാനിച്ചു. ഇനി ഒരു ഭരണരൂപം വരാനില്ല, ഒരു പുതിയൊരു ഗവർണൻസ് സ്ട്രക്ചർ ഉണ്ടാവാനില്ല. ഇതാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നതാണ് ഈ ചരിത്രം അവസാനിച്ചു എന്ന് പറയുന്നത്. അത്തരത്തിൽ ലിബറൽ ജനാധിപത്യവുമായിട്ട് ഒരു അംബ്ലിക്കൽ റിലേഷൻഷിപ്പ് മുതലാളിത്തത്തിനുണ്ടെങ്കിൽ തന്നെയും അതൊരു ശാശ്വതമായിട്ടുള്ള ഒന്നായിട്ട് മുതലാളിത്തം ഒരിക്കലും കരുതിയിട്ടില്ല. ഇപ്പോൾ സിംഗപ്പൂരിലുള്ള ജനാധിപത്യം വൺ സിംഗിൾ പാർട്ടി ജനാധിപത്യം അല്ലെങ്കിൽ പോലും പ്രതിപക്ഷം നാമമാത്രമാണ്. ഇതുവരെ ഭരണകക്ഷി അല്ലാതെ വേറെ ആരും അവിടെ ജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ മലേഷ്യയിൽ ജനാധിപത്യം ഉണ്ടെങ്കിലും അവർ ഏഷ്യൻ വാല്യൂസ് എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഭരണമാണ് കൊണ്ടുപോകുന്നത്. തായ്ലാൻഡിൽ ഇപ്പോഴും മൊണാർക്കി ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പിന്നെ സൗത്ത് കൊറിയയിൽ ജനാധിപത്യം ഉണ്ടെങ്കിൽ തന്നെയും അവർ പരിപൂർണമായിട്ട് വിപണിയുടെ അടിമയായിട്ട് കഴിയുന്നൊരു രാജ്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ എവിടെ നോക്കിയാലും ഇപ്പം അതുപോലെ തന്നെ ചൈനയിൽ അവർ ഏറ്റവും പുതിയ മുതലാളിത്ത തന്ത്രങ്ങളാണ് വിപണിയിൽ ഉപയോഗിക്കുന്നത്. അവിടുത്തെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിലും അവർക്ക് പ്രധാനമായിട്ടും മറ്റു മുതലാളിത്ത രാജ്യങ്ങളുമായിട്ടുള്ള വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുതിയ പ്ലെയറെ അംഗീകരിക്കാൻ മറ്റു മുതലാളിത്ത രാജ്യങ്ങൾ തയ്യാറല്ല എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് അവിടുത്തെ ഭരണരൂപത്തോടാണ് അവർക്ക് എതിർപ്പ്. നമ്മളെപ്പോലെ നിങ്ങൾ ഒരു തരം ഡെമോക്രസി ആയാൽ ആ തരം ഡെമോക്രസി ആണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ ഡെമോക്രസി, അതായത് പാർട്ടി അംഗങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ഡെമോക്രസി സ്വീകാര്യമല്ല എന്നുള്ളതേ ഉള്ളൂ. ഇവർ പറയുന്നത് എന്താണ്, നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ തേർഡ് വേൾഡ് കൺട്രീസിന് ലോൺ കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു, വിപണിയിൽ ഇതുണ്ടാക്കി വിൽക്കുന്നു. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണ്ടേ എന്നാണ് ചൈന ചോദിക്കുന്നത്. ചൈനയുടെ പ്രതിനിധികൾ എപ്പോഴും, ചൈനയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആഗോള സാമ്പത്തിക വേദികളിൽ ചോദിക്കുന്നത് ഈ വളരെ നിസ്സാരമായിട്ടൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാനും ചോദിക്കുന്നതാണ്, ഈ ചൈനയോട് എന്താണ് ഇവർക്ക് പ്രശ്നം? ചൈനയോടുള്ള പ്രശ്നം അവിടുത്തെ ഗവൺമെൻറ് ആണ്. അത് വേറൊരു കാര്യമാണ്. അവിടെ മനുഷ്യാവകാശ ധ്വംസനമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു പ്രശ്നമാണ്. പക്ഷേ മനുഷ്യാവകാശ ധ്വംസനം ഒരിക്കലും മുതലാളിത്തം ഒരു ഇഷ്യൂ ആയിട്ട് എടുത്തിട്ടില്ല. ജനാധിപത്യവാദികൾ എടുത്തിട്ടുണ്ട്, മുതലാളിത്തം എടുത്തിട്ടില്ല. അതിനേക്കാൾ വേഴ്സ് ആയിട്ടുള്ള ഡിക്റ്ററ്റോറിയൽ ഭരണങ്ങളെ മുതലാളിത്തം അനുകൂലിച്ചിട്ടുണ്ട്. അവരുടെ സൗജന്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ആഗോള മൂലധനത്തിന് അത്തരത്തിലുള്ള യാതൊരു കോംസും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് മുതലാളിത്തം അനിവാര്യമായി കാണുന്ന ഒന്നല്ല. ഏറ്റവും ഒടുവിൽ ഞാൻ വളരെ സ്പെക്കുലേറ്റീവായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോർപ്പറേറ്റ് മുതലാളിത്തം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികളെ പോലും ഇല്ലാതെയാക്കി കോർപ്പറേറ്റുകൾ സോഷ്യൽ മീഡിയ വഴി നേരിട്ട് ഭരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഫേസ്ബുക്കിനും ഗൂഗിളിനും ഒക്കെ നമ്മളെ നേരിട്ട് ഭരിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്ന അതാണ്, അവർക്ക് വേണ്ടത് അതാണ്. ലിബറൽ ജനാധിപത്യമല്ല. അവർ പുതിയൊരു കോർപ്പറേറ്റ് ഭരണാധികാര രൂപത്തെ, ചരിത്രം അവസാനിച്ചിട്ടില്ല മുതലാളിത്തത്തെ സംബന്ധിച്ചോളം. ഫുക്കുയാമയ്ക്ക് അവസാനിച്ചു, പക്ഷേ മുതലാളിത്തത്തിന് അവസാനിച്ചിട്ടില്ല. അവർ കോർപ്പറേറ്റ് കാരണം അവർ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യം തീരുമാനിക്കണം, ഇവിടെ ഓവർ ബ്രിഡ്ജ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഒരു വോട്ടെടുപ്പ് നടന്നാൽ പോരെ. അതിനെന്തിനാണ് പിന്നെ ഈ കൗൺസിലറെ എലക്ട് ചെയ്യുന്നതും ഇവർ തമ്മിൽ കടിപിടി കൂടുന്നത് എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു വോട്ടിടുന്നു, ജനങ്ങളെല്ലാം വോട്ട് ചെയ്യുന്നു, വേണമെന്നും പറഞ്ഞാണ് ഭൂരിപക്ഷമെങ്കിൽ നമ്മൾ പണിയുന്നു, ഇല്ലെങ്കിൽ പണിയുന്നില്ല. ഇതിനെന്തിനാണ് ഈ സംവിധാനമൊക്കെ എന്നാണ് അവരിപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ ഭരണരൂപമായിട്ടുള്ള പരീക്ഷണങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ പുതിയ രീതികളിലേക്കൊക്കെ മാറിപ്പോയത്. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നത് ഭരണഘടനയിലെ തന്നെ വ്യവസ്ഥകൾ ഉപയോഗിച്ചാണ്. ഇപ്പോൾ 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണഘടനയുടെ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടല്ല അദ്ദേഹം ഇവിടെ ഒരു സമഗ്രാധിപത്യം എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറ്റുന്നത്. ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സമഗ്രാധിപത്യ പ്രവണതകളെ യഥാർത്ഥത്തിൽ ചെറുക്കാൻ ശേഷിയുള്ള ഒരു ഡോക്യുമെൻ്റ് തന്നെയാണോ? 1935 ഇന്ത്യൻ ആക്ടിൽ നിന്നാണല്ലോ നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ചരിത്രാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റും, ഇന്ത്യൻ ഭരണഘടന വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രവണതകളെ ആത്യന്തികമായി നേരിടാൻ പറ്റുമെന്ന് മാഷക്ക് എന്താ തോന്നുന്നു? എനിക്ക് തോന്നുന്നതിന് മുൻപ് തന്നെ ഇതിനെപ്പറ്റി വളരെ ഗാഢമായി ചിന്തിച്ച ഒരാളാണല്ലോ അഗാംബൻ. അഗാംബൻ ഇതിനെപ്പറ്റി വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഈ സോവറിൻ എന്ന് പറയുന്നത്, ഈ പരമാധികാരം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഭരണഘടനയിലുള്ള കാര്യങ്ങൾ തന്നെ മാറ്റാനും മാറ്റിമറിക്കാനും അതിനകത്ത് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സോവറിൻ സ്റ്റേറ്റാണ് സോവറിൻ സ്റ്റേറ്റ്. ഒരു ഭരണഘടന കൊണ്ട് മാത്രം പരിമിതപ്പെടുന്നതല്ല ഈ സോവറിനിറ്റി എന്ന് പറയുന്നത്. സോവറിനിറ്റിക്ക് അത്തരത്തിലുള്ള അമൂർത്തമായൊരു നിലനിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭരണഘടന, അതെ, കാരണം വെച്ചാൽ ഈ ഭരണഘടന മാറ്റാവുന്നതാണല്ലോ.
ഈ ഭരണഘടനയിൽ ജനാധിപത്യ മൂല്യങ്ങൾ കൂടാതെ റിപ്പബ്ലിക്കൻ മൂല്യങ്ങളും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഈ അമെൻമെൻറ്റ് വേണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭരണഘടന അമെൻഡ് ചെയ്യാം എന്നുള്ളതുണ്ട്. ആ ഭരണഘടനയിൽ തന്നെയുള്ള ക്ലോസസ്, ഭരണഘടനയുടെ തന്നെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്ന ക്ലോസസ് ഭരണഘടനയിൽ ഉണ്ടാവാം. അടിയന്തരാവസ്ഥ പോലൊരു നിയമം ഉണ്ടാവുന്നത് അതുകൊണ്ടാണല്ലോ, എക്സ്റ്റേണൽ ഇതിലുണ്ടാകാമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വന്ന സമയത്ത് 156 എന്ന് പറയുന്ന വകുപ്പിന്റെ അത് വന്നില്ല. ഭരണഘടനയുടെ അന്തസ്സത്തേക്കും ജനാധിപത്യത്തിനും എതിരായിട്ടുള്ള ഒരു വകുപ്പാണത്. ഭരണഘടനയുള്ളതാണ്, ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. ഈ ഗവർണറാണത് പ്രയോഗിക്കണമെന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായി ആ സമയത്ത്. സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് അത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വകുപ്പാണ്. ഒരു രാജ്യത്തിലെ ഒരു പ്രദേശത്ത് ഏകപക്ഷീയമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ ഏത് ഭരണഘടനയിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഭരണഘടനയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല, അത് ആഗോള തലത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഈ 20th അമെൻമെൻറ്റിനെതിരെ ട്വിറ്ററിലൊക്കെ പ്രചാരം നടന്നല്ലോ ട്രംപിൻ്റെ ഇലക്ഷൻ നടന്ന സമയത്ത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അത് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. ഹിലാരി ക്ലിൻ്റനാണ് ഇദ്ദേഹത്തെ എതിർത്തിരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നം ഹിലാരി ക്ലിൻ്റൺ നിന്നതല്ല, നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ 20th അമെൻമെൻറ്റ് കൊണ്ടുവന്നതാണെന്നാണ് അമേരിക്കൻ വലതുപക്ഷം പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഈ സ്ത്രീക്ക് മത്സരിക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത് അവർ. അപ്പം അതുകൊണ്ട് ഇതൊരു ഭരണഘടന എന്ന് പറയുന്നതിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ അതൊരു മാനകമാണ്, ഒരു ഇമ്പരേറ്റീവാണ്, ഒരു സർവം മാനകമാണത്. അതിനെ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ തന്നെയല്ല, ഭരണഘടന മാറ്റുക എന്ന് പറയുമ്പോൾ എന്താണ് മാറ്റുന്നത്, എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ 2/3 ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, വകുപ്പുകൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് അതിനകത്തെ റിപ്പബ്ലിക്കൻ ആശയങ്ങൾ, അതായത് മാറ്റാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ മൗലികാവകാശം എന്ന് പറയുന്നത് എടുത്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എടുത്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ ഈ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. ഇതിനെ ഭരണവർഗ്ഗങ്ങൾ മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ആ തരത്തിലൊരു ആർബിട്രിനെസ്സും ആ തരത്തിലൊരു വൾണറബിലിറ്റിയും ഭരണഘടനാപരമായിട്ടുള്ള ഭരണരൂപത്തിന് തന്നെ ഉണ്ട്, ജനാധിപത്യത്തിന് തന്നെ ഉണ്ട്. ആ അർത്ഥത്തിൽ മൈനോറിറ്റിയോടുള്ള സമീപനം അങ്ങനെയൊക്കെയുള്ളത് പക്ഷേ ആ പരിമിതി എന്ന് പറയുന്നത് ചരിത്രപരമായി നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു പരിമിതിയാണ്. മനുഷ്യവർഗം മറ്റൊരു മാർഗം കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇതിലേക്ക് ക്ലിങ് ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു രൂപത്തിന് ബദലായൊരു രൂപം ചരിത്രത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ജനകീയ കോടതികൾ ഉണ്ടായപ്പോൾ ഫൂക്കോ പറഞ്ഞൊരു വിമർശനമുണ്ട്. ജനകീയ കോടതികൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജനകീയ കോടതിയൊക്കെ നല്ലതാണ്, പക്ഷേ ഈ കോടതി എന്ന് പറയുന്ന സങ്കല്പത്തെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കോടതി ഭൂഷാ കോടതി തെറ്റാണെങ്കിൽ നമ്മൾ ജനകീയ കോടതിയാണ് കൊണ്ടുവരുന്നത്. കോടതിയെ മറികടക്കുന്ന ഒന്ന് കൊണ്ട് അപ്പോൾ ഈ പാരഡൈം എന്ന് പറയുന്നത് ചരിത്രപരമായി നമുക്ക് കിട്ടുന്നതാണ്. ആ പാരഡൈമിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. കാലികത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ചരിത്രത്തിലാണ് അത്തരം ബദലുകൾ ഉരുത്തിരിയേണ്ടത്. നേരത്തെ മാഷ് തുടങ്ങുന്ന സമയത്ത് ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രധാനമായി മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു ഈ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളത്. 1980-കളിൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന ഘട്ടത്തിൽ VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് സമാനമായ ഒരു സാഹചര്യം, ഒരു രണ്ടാം മണ്ഡൽ മൂവ്മെൻറ്റ് എന്ന് പോലും ചിലർ അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പോസ്റ്റ് ഇലക്ഷൻ പഠനങ്ങളിൽ പലതിലും പറയുന്നത് OBC വിഭാഗം എന്ന് പറയുന്ന ഒരു ലാർജർ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് അതിൻ്റെ ബഹുഭൂരിപക്ഷവും ഒരു ഹിന്ദുത്വത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ അതിലേക്ക് ഉൾച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ 1980-കളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ ഭരണമാറ്റമുണ്ടായും സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള ഭരണമൊക്കെ ഉണ്ടായി, BJP മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ പക്ഷേ അത്തരത്തിലുള്ളൊരു ഒരു സ്വത്വബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം അമ്പേ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ എന്താണ്? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചില്ല, മധ്യപ്രദേശിലും രാജസ്ഥാനിലും എന്നുള്ളത്. തെലങ്കാനയിൽ ജയിച്ചു, മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കോൺഗ്രസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40% വോട്ട് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന തരത്തിൽ അംഗബലം പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. തെലങ്കാനയിൽ അവർ ജയിച്ചിട്ടുണ്ട്.
ഇത് കാണിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും ആളുകൾ ഉപേക്ഷിച്ചൊരു മുദ്രാവാക്യമല്ല എന്നുള്ളതാണ്. OBC വിഭാഗത്തെ സംബന്ധിച്ചോളം അവർ കൂട്ടമായിട്ട് BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എല്ലാ പ്രദേശങ്ങളിലും ഉത്തർപ്രദേശ് അടക്കമുള്ള പ്രദേശങ്ങളിൽ OBCയുടെ ഒരു പിന്തുണയില്ലാതെ BJPക്ക് ജയിക്കാൻ സാധിക്കില്ല. കാരണം ഭൂരിപക്ഷ വോട്ടർമാരുള്ള അത് ആ ഭാഗങ്ങളിൽ നിന്നാണ്, ആ സമൂഹങ്ങളിൽ നിന്നാണ്, വിഭാഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് BJPക്ക് OBC BJPക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് BJP ജയിക്കുന്നത്. പക്ഷേ ഈ ജാതി സെൻസസിൻ്റെ പ്രശ്നം അവിടെ വെച്ച് അവസാനിക്കുന്നില്ല. OBC BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ജാതി സെൻസസിൻ്റെ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്താണ്? 45 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെയും പിന്നെ അസോസിയേറ്റ് പ്രൊഫസർമാരുടെയും പ്രൊഫസർമാരുടെയും ജാതി തിരിച്ചുള്ള ശതമാന കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം പേരും ജനറൽ സീറ്റിലാണ്. ദളിതരും SC/ST ഒരു തീരെ കുറവാണെങ്കിൽ തന്നെയും സാമാന്യമായിട്ട് റെപ്രസെൻറ്റേഷൻ അവർക്കുണ്ട്. ഏറ്റവും കുറവ് OBC ആണ്. 5% താഴെ OBC അധ്യാപകരുള്ളൂ. ഈ ജാതി സെൻസസ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഇത്തരം വിവരങ്ങളാണ് പുറത്തു വരാൻ പോകുന്നതെന്ന് OBCക്കാർ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ആ തിരിച്ചറിവ് ഇപ്പോഴും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് പ്രശ്നം. OBC ഫലപ്രദമായി സംവരണം ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് പൊതുവിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ 45 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്ന് പുറത്തു വന്ന വിവരം മാത്രം വെച്ച് നോക്കിയാൽ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ഇല്ലാതെ OBCക്ക് യാതൊരു തരത്തിലും ഇനി മുന്നേറാൻ പറ്റത്തില്ല. ഈ ഇതിലുള്ളതിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ കൂട്ടത്തിലാണെങ്കിലും അസോസിയേറ്റ് പ്രൊഫസർമാരുടെ കൂട്ടത്തിലാണെങ്കിലും പ്രൊഫസർമാരുടെ കൂട്ടത്തിലാണെങ്കിലും വളരെ വളരെ നാമമാത്രമായൊരു ശതമാനം മാത്രമേ OBC വിഭാഗത്തിൽ നിന്നുള്ളൂ. SC വിഭാഗത്തിൽ നിന്നും ST വിഭാഗത്തിൽ നിന്നും അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഇതാണ് സ്ഥിതി. അത് എന്തുകൊണ്ടാണ് ഇത് വന്നത് വെച്ചാൽ ക്രീമി ലെയർ വന്നതുകൊണ്ടാണ്. ക്രീമി ലെയർ വന്നതോടുകൂടി ഇതിൽ പലർക്കും ഈ കാറ്റഗറിയിൽ മത്സരിക്കാൻ വയ്യാതെയായി. ആയപ്പോഴത്തേക്കും വിദ്യാഭ്യാസ യോഗ്യത പ്രൊഫസർ എന്നുള്ളതൊരു പ്രത്യേക കാറ്റഗറിയാണ്. അക്കാഡമിക്സിൽ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമല്ലേ, MA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് നെറ്റും പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ പറ്റൂ. അസിസ്റ്റന്റ് പ്രൊഫസർ ആയാലേ അസോസിയേറ്റ് പ്രൊഫസർ ആകാൻ പറ്റൂ. അസോസിയേറ്റ് പ്രൊഫസർ ആയാലേ പ്രൊഫസർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കടന്നു കഴിയണമെങ്കിൽ MAയും നെറ്റും വേണം. ഈ MAയും നെറ്റും എടുത്തു കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിൽ മത്സരിക്കണമെങ്കിൽ ക്രീമി ലെയർ അല്ലാതിരിക്കണം. അപ്പോൾ ക്രീമി ലെയർ അല്ലാത്ത എത്ര വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ MAയും നെറ്റും എടുക്കാൻ പ്രാപ്തരായിട്ടുള്ള OBC വിഭാഗത്തിലുള്ളത്? അവരത് മനസ്സിലാക്കുന്നില്ല. OBC വിഭാഗത്തെ വിഭജിക്കുകയാണ് യഥാർത്ഥത്തിൽ ക്രീമി ലെയർ ചെയ്തത്. അതായിരുന്നു ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി ക്രീമി ലെയർ കൊണ്ടുവന്നതാണ്. ക്രീമി ലെയർ കൊണ്ടുവന്നതോടുകൂടി ഒരു വിഭാഗത്തിൽ നിന്ന് വരാവുന്ന ആൾക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ സാധിച്ചു. ക്രീമി ലെയറിനെ പക്ഷേ BJP മാത്രമല്ല പിന്തുണച്ചത്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഹിന്ദുത്വത്തിന്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഹിന്ദുത്വത്തിന്റെ വിജയം BJPയുടെ മാത്രമല്ലല്ലോ, അത് പങ്കുവെക്കുന്ന ഒരു വിശാല രാഷ്ട്രീയത്തിന്റെയും ബ്രാഹ്മണ്യത്തിന്റെയും വിജയമാണല്ലോ അത്. ക്രീമി ലെയർ വന്നതോടുകൂടി OBCക്ക് പല മേഖലകളിലും റിസർവേഷൻ ഉപയോഗിച്ച് കയറാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതിനകത്ത് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞ് ഈ സവർണർക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിന് മുൻപ് അയാൾക്ക് ജോലിയൊന്നുമില്ല, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് നിന്ന് വരുന്ന ഒരാളാണ്, അയാൾക്ക് ആ കാറ്റഗറിയിൽ ജോലി കിട്ടി. എങ്ങനെയാണ് ഈ അസോസിയേറ്റ് പ്രൊഫസർ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ആകുക? 3 പ്രൊഫസർമാർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിൽ നിന്ന് ഇതിലുണ്ട്, ഈ സർവേയിലുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? ഏതായാലും ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി കൊണ്ടുവന്നിട്ട് 1-2 വർഷമല്ലേ ഉള്ളൂ. ഇതിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി പ്രൊഫസർ വരെ ആകാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളൂ. അപ്പം നേരിട്ട് പ്രൊഫസറായിട്ട് എടുത്തിരിക്കുകയാണ്. നേരിട്ട് പ്രൊഫസർ ആണെങ്കിൽ നിങ്ങൾ അസോസിയേറ്റ് പ്രൊഫസർ ആയിരിക്കണം. അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ട് പ്രൊഫസർ ആകുന്നത്? ഇതിനകത്ത് ഇത്തരത്തിലുള്ള വളരെയധികം എന്താ പറയുക, സംവരണം എന്ന് പറയുന്നതിനെ ഒരു ഫ്രോഡാക്കി മാറ്റിക്കൊണ്ടാണ് ഇവർക്കിതെല്ലാം നിഷേധിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക ഫ്രോഡാണ്, ഒരു ഒഫീഷ്യൽ ഫ്രോഡാണ് ഈ ക്രീമി ലെയർ എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഇവരെ ഒഴിവാക്കാൻ സാധിച്ചത്. അത് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ് OBC സംബന്ധിച്ചോളം. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം പ്രധാനമാണ്. അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ജാതി സെൻസസിൻ്റെ മുദ്രാവാക്യം 3 തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് കൊണ്ട് ഉപേക്ഷിക്കുക അല്ല വേണ്ടത്. മറിച്ച് മുദ്രാവാക്യങ്ങൾക്കൊരു അവധാനത വേണ്ടേ? മുദ്രാവാക്യങ്ങൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിട്ട് വേറൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കാനുള്ളതാണ്. അങ്ങനെ ഉപേക്ഷിക്കാനാണെങ്കിൽ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികൾ? അടിസ്ഥാനപരമായിട്ടുള്ള ഉപേക്ഷിക്കാൻ പാടില്ലാത്തതും തുടർന്നും മുന്നോട്ട് വെക്കേണ്ടതുമായിട്ടുള്ള അടിസ്ഥാന മുദ്രാവാക്യമാണ് ജാതി സെൻസസ് എന്നുള്ളത് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് തോറ്റതെന്ന് പറയുന്ന ആരാണ്? ഇതുകൊണ്ടാണ് തോറ്റതെന്ന് പറയുന്നത് ബ്രാഹ്മണ്യ ശക്തികളാണ്, അല്ലാതെ സാമാന്യ ജനങ്ങളല്ല. വോട്ട് കുറവുണ്ടാകുന്നത് പ്രതിപക്ഷം ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഞാൻ
ജാതി സെൻസസിൻ്റെ ഒരു റെഫറൻഡമായിട്ട് കാണുന്നില്ല. ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളം ഒരു BJP രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ മാഷ് എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലായിരിക്കും ഒരുപക്ഷെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും കാര്യമായി നടക്കാതെ പോയത്. ഇവിടുത്തെ ഭരണ പാർട്ടിയായാലും അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയായാലും ഇക്കാര്യത്തിലൊരു അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. കേരളത്തിൻ്റെ ഈ ഹിന്ദുത്വ പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ കുറിച്ച് മാഷ് പൊതുവിൽ എന്താണ് പറയുന്നത്? അല്ല, കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ പാളിച്ചയാണ് ഈ ജാതി സെൻസസ് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളത്. കാരണം ജാതി സെൻസസ് ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ളത് ഹിന്ദുത്വ പ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല, മറിച്ച് ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തമിഴ്നാടും കേരളവും നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ തമിഴ്നാട് ജാതി സെൻസസിന് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ദിവസം മുമ്പ് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വാർത്ത ഈ സന്ദർഭത്തിൽ പ്രധാനമാണ്. കാരണം അത് കേരളത്തിനും ബാധകമായിട്ടുള്ള ഒന്നാണ്. അവിടുത്തെ സൊസൈറ്റി ഫോർ റിമൂവിങ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന സ്കൂളുകളിൽ ജാതിപരമായിട്ടുള്ള വിവേചനം ഉണ്ടാകുന്നുള്ളതിനെക്കുറിച്ചൊരു സർവേ നടത്തുകയും വളരെ വിപുലമായ കണ്ടെത്തലുകൾ, വ്യാപകമായ രീതിയിൽ ജാതിപരമായ അടിച്ചമർത്തൽ തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത്തരത്തിലൊരു സർവേ നടത്തുന്നതിലൊരു ധീരതയുണ്ട്. അത്തരത്തിലൊരു ധീരത കാണിക്കാൻ മടിയുള്ള സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ്? അതിനെ ഞാൻ എൻ്റെ എഴുത്തുകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഞാൻ അതിനെ നവോത്ഥാന ദുരഭിമാനം എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നവോത്ഥാനത്തിനാണല്ലോ പരിക്ക് പറ്റുക. അതുകൊണ്ട് ഒരു ദുരഭിമാന കൊല നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി മിണ്ടാതിരിക്കാതെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുക. കുട്ടികൾ ജാതിപരമായിട്ട് വിവേചനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുക. കാരണം ഇവിടെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവുള്ളൂ, നവോത്ഥാനം നടന്ന നാടല്ലേ എന്ന് പറയുന്നതിനെയാണ് ഞാൻ നവോത്ഥാന ദുരഭിമാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാന ദുരഭിമാനം ഉള്ളിടത്തോളം കാലം ധീരമായ ഇത്തരം അല്ല, ഇതിനെ ഞാൻ പ്രത്യേകമായി ചോദിക്കാൻ കാരണം ഈ ജാതിയുമായി ബന്ധപ്പെട്ടും ഒക്കെ CPIM പോലുള്ള സാമ്പ്രദായിക മാർക്സിസ്റ്റ് പാർട്ടികൾക്ക് വളരെ യാന്ത്രികമായൊരു സമീപനമാണെന്നുള്ള ആക്ഷേപം നേരത്തെ പണ്ട് മുതലേ ഉള്ളതാണല്ലോ. വർഗത്തിനപ്പുറത്തേക്ക് ജാതി എന്നുള്ള ഒരു സ്വത്വമായിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയുള്ള രാഷ്ട്രീയ ധാരണകളാവുമോ ഇത്തരത്തിലുള്ള ജാതി പ്രശ്നങ്ങളെ ആ മട്ടിൽ അഡ്രസ്സ് ചെയ്യാൻ കേരളം പോലുള്ളൊരു ഒരു പ്രദേശത്തിന് സാധിക്കാതെ പോകുന്നത്? അല്ല, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പം 57 ഇലക്ഷൻ മുതൽ ജാതിയുമായിട്ട് സംവദിച്ചുകൊണ്ടും ജാതിയുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടുമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിന്നിട്ടുള്ളത്. അവരുടെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്നുള്ള രീതിയിൽ ജാതിയെ ഒരു കാറ്റഗറി ആയിട്ട് കണക്കാക്കുന്നില്ലെങ്കിൽ പോലും ജാതിയുടെ ബലാബലം, മതത്തിൻ്റെ ബലാബലം അങ്ങനെയുള്ളതൊക്കെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണക്കൂട്ടലുകളിൽ തന്നെ പെടുത്തുന്നതാണ്. അതിനെ ഒഴിവാക്കിയിട്ടുള്ളതല്ല. കാരണം ഒരു എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് റെട്ടറിക്കൽ എൻഗേജ്മെൻറ്റ് മാത്രമല്ല, സട്ടിലായിട്ടുള്ള എൻഗേജ്മെൻറ്റും അത്തരത്തിൽ സട്ടിലായിട്ട് എൻഗേജ് ചെയ്യും. എന്നാൽ റെട്ടറിക്കലായിട്ട് ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രചാരണം നടത്താൻ തയ്യാറാവാതെ ഇരിക്കുകയുമാണ് ചെയ്യുന്നത്. അത് വളരെ കാലമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഒരു പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ് അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതിൽ നിന്ന് അവർ മുമ്പോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ജാതിയുടെ കാര്യത്തിൽ പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതുവരെ ചെയ്തു പോയി ഇങ്ങനെ ഈ സൂക്ഷ്മാർത്ഥത്തിൽ എൻഗേജ് ചെയ്യുകയും സട്ടിലായിട്ട് എൻഗേജ് ചെയ്യും, എന്നാൽ അതേ സമയത്ത് തന്നെ പരസ്യമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പാത്ത് ഡിപ്പെൻഡൻസിയാണ് തുടർന്ന് പോന്നിട്ടുള്ളത്. അത് തന്നെയാണ് അവർ ഇനിയും തുടർന്ന് പോകാനുള്ള സാധ്യത. നേരിട്ട് എൻഗേജ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമുക്ക് ഈ കാരണം 70കളിൽ തന്നെ ഇതിനെ ഈ കേരളത്തിൽ അതുവരെ നടന്നിരുന്ന അസമത്വവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കർഷക തൊഴിലാളികളുടെയും പ്രശ്നങ്ങളായി നമ്മൾ 30കൾ മുതൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റാൻ ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു രാഷ്ട്രീയം 20കൾ വരെ ഉണ്ടായിരുന്ന ജാതി രാഷ്ട്രീയത്തിൽ നിന്ന് അത് സംക്രമിച്ച് വർഗരാഷ്ട്രീയത്തിൻ്റെ ഇതിലേക്ക് പോകുന്നത്. അതാണ് നവോത്ഥാനം 20കളിൽ നവോത്ഥാനം അവസാനിച്ചു എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. നവോത്ഥാനം അവസാനിച്ചു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നവോത്ഥാന പ്രക്രിയയിലെ മൂല്യങ്ങളുടെ തുടർച്ച അവസാനിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അത് പ്രതിദാനം ചെയ്ത ഒരു ജാതിവിരുദ്ധ രാഷ്ട്രീയമുണ്ട്. ആ ജാതിവിരുദ്ധ രാഷ്ട്രീയം 1924 ആലുവയിലെ സർവ്വലോക മതസമ്മേളനവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ ആരംഭിച്ചതോടുകൂടി അത് സമാപിച്ചു. എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സമരം മാത്രമേ സമരമായിട്ട് കേരളം അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ അയ്യങ്കാളി നടത്തുന്നത് പോലെയുള്ള ഒറ്റപ്പെട്ട സമരമോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് പോലെയുള്ള ഒരു ഇടപെടലുകളോ അത്തരം ഇടപെടലുകൾ ഇനി അങ്ങോട്ട് കേരളം സ്വീകരിക്കുന്നില്ല. മറിച്ച് സവർണരും അവർണരും കൂടി ചേർന്നുള്ള പ്രസ്ഥാനങ്ങൾ മാത്രമേ കേരളത്തിൽ ഇനി ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്കാണ് കേരളം പോകുന്നത്, ആ സമയത്ത് പോകുന്നത്. അതിനുശേഷം 30കളിലൊക്കെ പിന്നെ അതിൻ്റെയാണ് ഐക്യ കേരളം. അതൊക്കെ ഐക്യ കേരളമാണ്. അതിനകത്തെ ഡിവിഷൻസ് വളരെ പ്രശ്നമാണ്. കർഷക തൊഴിലാളികളുടെ സമരമാണ്, അല്ല ജാതി സമരമല്ല. കർഷക തൊഴിലാളികളായിട്ട് നായന്മാരും ഉണ്ടാകാം. ആ തരത്തിലൊരു സംക്രമണം നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഈ രമണന് ജാതിയില്ലല്ലോ.
ഇടയനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ജാതി എന്നറിയില്ല, ചന്ദ്രികയുടെ ജാതി നമുക്കറിയില്ല. കാരണം വർഗസ്ഥാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. വർഗമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. കാരണം ഇത് എന്താണ്, സൂര്യനും പുല്ലും തമ്മിലുള്ള ബന്ധമാണ്, അത് സാമ്പത്തിക ഉച്ചനീചത്വമാണ് ഉള്ളത്. അല്ലാതെ ജാതി അവിടെ പ്രശ്നവൽക്കരിക്കപ്പെടുന്നതേ ഇല്ല. 20കളിലാണെങ്കിൽ തിരിച്ചാണല്ലോ, സാവിത്രിക്കും ജാതിയുണ്ട്, ചാത്തനും ജാതിയുണ്ട്. പക്ഷേ രമണനും ചന്ദ്രയ്ക്കും ജാതിയില്ല. നമ്മൾ എത്ര തലകുത്തി നിന്ന് നോക്കിയാൽ ഇടയൻ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. യാദവനാണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ യാദവരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് ആരാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഭാഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാസ്റ്റർ എലിജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ആ 30കളിലെ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് രമണൻ യഥാർത്ഥത്തിൽ. കാരണം ഈ ജാതിയിൽ നിന്ന് നമ്മൾ വർഗത്തിലേക്ക് നീങ്ങി എന്നുള്ളതും കൂടി അത് ആ അർത്ഥത്തിൽ രമണൻ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സാർവജനീനമായിട്ടുള്ള സ്വീകാര്യതയ്ക്ക് ഇതൊരു കാരണമാണ്. കാരണം ആരാണെന്നില്ല, ജാതി പറഞ്ഞിരുന്നെങ്കിൽ ആകെ മാറിപ്പോയേനെ. ഇത് പിന്നെ ദുരവസ്ഥ 5 അടി കവിതയാണെന്ന് ലീലാവതി എഴുതിയതുപോലെ പലരും രമണൻ 5 അടി കവിതയാണെന്ന് 4.5 അടി കവിതയാണെന്നൊക്കെ പറഞ്ഞേനെ. പക്ഷേ ജാതി പറയാത്തത് കൊണ്ട് തന്നെ അത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് ഏത് തരത്തിലും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളത്. ആ പൊളിറ്റിക്സാണ് ഇന്ന് നിലനിൽക്കുന്നത്. അത് നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ട് വന്ന ഒരു കൺസെൻസസ് ആണ്. ആ കൺസെൻസസിൽ നമ്മൾ സവർണർ അവർണർ എല്ലാവരും കൂടി പങ്കെടുക്കുന്നൊരു പ്രോജക്റ്റാണ് ഈ കേരളം. ഇപ്പോൾ കേരള മാതൃക എല്ലാവരും കൂടി ചേർന്നുള്ളൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ വിള്ളലുണ്ടാക്കുന്ന ഒന്നും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇന്ന് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ഇത് വ്യത്യസ്ത മതവിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കേരളം ഒരു ഹിന്ദുത്വത്തിന് ആ മട്ടിൽ കടന്നു കയറാൻ പറ്റാത്ത ഒരു പ്രദേശമാണ്. ഇസ്ലാമോഫോബിക്കല്ല എന്നും വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ അതേസമയം തന്നെ മുസ്ലിം പ്രതിനിധാനങ്ങളെ കേരളം നോക്കിക്കാണുന്ന രീതികളെ കുറിച്ച് മാഷ് എന്താണ്? അല്ല, അതിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കാലത്തും കേരളം പലരും പറയുന്നത് പോലെ ഈ സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു കൾച്ചറൽ സിംബയോസിസ് ഒന്നും ഉണ്ടായിരുന്നൊരു സ്ഥലമൊന്നുമല്ല കേരളം. മതസൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത് റെട്രിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ മതത്തിനും അതിൻ്റേതായ ചട്ടക്കൂടുകൾ കൊടുത്തിരുന്നു. ആ ചട്ടക്കൂടുകളിൽ പെരുമാറുന്നിടത്തോളം കാലം മാത്രമേ അവരുടെ സൗഹൃദവും ഇത് അനുവദിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു. കൊളോണിയലിസത്തിൻ്റെ വരവിന് ശേഷം കുറേ കാര്യങ്ങൾ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അധസ്ഥ വിഭാഗങ്ങളിൽ നിന്നുള്ള ദളിത് സമൂഹങ്ങളിൽ നിന്നുള്ളവരെ മതം മാറ്റാൻ അനുവാദം കൊടുത്തു ഗവൺമെൻറ്. അപ്പോഴും പറയുന്നത് ഈ സവർണരെ മാറ്റാൻ അനുവാദം കൊടുത്തിട്ടില്ല മിഷണറിമാർക്ക്. അവർണരെ മാത്രമേ മാറ്റാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ. ആ അനുവാദം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ അവർണരുടെ ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് ക്രിസ്തു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഈ പള്ളികൾ പണിയുക എന്നുള്ള അത് വരുന്നതൊക്കെ. ഒരൊറ്റ സവർണ ക്ഷേത്രം പോലും മിഷണറിമാർ നശിപ്പിച്ചിട്ടില്ല, എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ദൈവം തെറ്റാണ് എന്നും പറഞ്ഞ് അവിടെ പോയി വഴക്കുണ്ടാക്കിയിട്ടില്ല. നിങ്ങളിതിനെയൊന്നും ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ശിവനെയും വിഷ്ണുവിനെയും എടുത്തു കളഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർണരുടെ വിഗ്രഹങ്ങളൊക്കെ എടുത്തു കളയുകയും ഇതൊന്നുമല്ല നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് പറയും. പകരം അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചിഹ്നം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരു പ്രതീക മൂല്യം അതിനുണ്ട്. ആ അർത്ഥത്തിൽ പിന്നെ അതിന് മുൻപാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വാസ്കോഡിഗാമ എന്ന് പറഞ്ഞ കരിയർ ആൻഡ് ലെജൻഡ്സ് ഓഫ് വാസ്കോഡിഗാമ എന്ന് പറഞ്ഞ് സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി പിന്തള്ളപ്പെട്ടത് മുസ്ലിം കച്ചവടക്കാരാണെന്നാണ്. മുസ്ലിം കച്ചവടക്കാർ അറേബ്യയും പിന്നെ അറബി പ്രദേശങ്ങളും മഗ്രിബും കേരള തീരവും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ തീരം പൊതുവെ ആയിട്ട് വളരെ ഫ്ലറിഷ് ചെയ്തിരുന്ന മർച്ചൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ ഈ പോർച്ചുഗീസിൻ്റെ വരവിന് ശേഷം ഒതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ സംഘർഷം ആരംഭിക്കുന്നു വീണ്ടും. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മൾ സാഹിത്യത്തിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മണിപ്രവാള കൃതികളുണ്ട്, മറ്റു തരത്തിലുള്ള കൃതികളുണ്ട്. അതിൽ ഈ അറബി മലയാളത്തിൽ എഴുതുന്ന കൃതികൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്തീയ നാമധാരിയായിട്ടുള്ള ഒരാൾ എഴുതിയ കവിതയോ അല്ലെങ്കിൽ അത്ര പേരുള്ളൊരു മഹാകവിയോ ഏതെങ്കിലും മണിപ്രവാള കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? ഇവിടെ അങ്ങനെ വലിയതായിട്ടൊരു ഫ്ലറിഷ് ചെയ്തിരുന്നെങ്കിൽ അത്തരത്തിലൊരു കവിയോ ഒരു പേരോ ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു മാർജിനലൈസേഷൻ എന്നുമുണ്ട്. ഇസ്ലാമോഫോബിയ ഉണ്ട്. മാർത്താണ്ഡവർമ്മയിലെ ഇസ്ലാമോഫോബിയ, CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ, ഇന്ദുലേഖയിലെ ഇസ്ലാമോഫോബിയ ഇന്ദുലേഖയിലുണ്ട്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധാര മുമ്പ് തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിന് ഒരു തടസ്സമായി നിന്നിരുന്നത് ഡെമോഗ്രഫിയാണ്. 20% വരുന്ന മുസ്ലിങ്ങൾ, 20% മുമ്പ് വരുന്ന അല്ലെങ്കിൽ 15-20% വരുന്ന ക്രിസ്ത്യാനികളും ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലും ഹിന്ദു മതത്തിനുള്ളിൽ 25% വരുന്ന ഈഴവരും 15% വരുന്ന നായന്മാരും തമ്മിൽ യാതൊരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇല്ലാത്ത 2 വിഭാഗങ്ങളാണ് എന്നുള്ളതും 10% വരുന്ന ദളിതർ വീണ്ടും മാർജിനലൈസ് ചെയ്യപ്പെട്ടു. ഈ ഒരു ജാതി വിഭജനം കേരളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പിന്നെ വേറെ തരത്തിലുള്ളൊരു ബാലൻസ് ഇവിടെ നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ ഹിന്ദുത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് തന്നെയാണ്.
അതുകൊണ്ടാണല്ലോ ചിലപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ ചിലപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ അവർ ശ്രമിക്കുന്നത്, ഈ വിഭാഗങ്ങളിലെ ഏതെങ്കിലും വിഭാഗത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡെമോഗ്രാഫിക് ബാലൻസിൻ്റെയും കൂടി ഗുണമാണ് കേരളത്തിൽ ഹിന്ദുത്വം അതിശക്തമാവാത്തത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു മൃദു ഹിന്ദുത്വ ചരിത്രമെന്ന് പറയുന്നത് വളരെ ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിനുള്ളതാണ്. ആര്യവൽക്കരണം ഏറ്റവും കൂടുതൽ ശക്തമായി നടന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ്, പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. പക്ഷേ രണ്ട് കാര്യങ്ങൾ കൂടി ഇതുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. മാഷിൻ്റെ പുതിയൊരു പുസ്തകം ഇറക്കിയത് മാർക്സിൻ്റെ നരവംശാസ്ത്രക്കുറിപ്പുകൾ എന്നുള്ളതാണ്. മാർക്സിൻ്റെ നരവംശാസ്ത്രക്കുറിപ്പുകൾ കണ്ടെത്താനും അത് കണ്ടെത്തിയപ്പോഴുണ്ടായ പുതിയ റെവലേഷൻസും അത് ഒന്ന് വളരെ ചുരുക്കി ഒന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. അത് ഈ നരവംശാസ്ത്രക്കുറിപ്പുകൾ 1973 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിനു മുമ്പ് അതിൻ്റെ കയ്യെഴുത്ത് പ്രതികളുണ്ടായിരുന്നു. ഇപ്പോൾ ലൂക്കാച്ചിനെ പോലുള്ളവരോ അല്ലെങ്കിൽ മറ്റു പലരും ചിലരൊക്കെ അതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ കണ്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാൾ കോർഷ് എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് പണ്ഡിതൻ ആണ് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹമാണ് ഈ ക്രേദർ എന്ന് പറഞ്ഞത് എഡിറ്റ് ചെയ്ത ആളിനോട് ഇത് ചെയ്യാൻ പറയുന്നത്. 20 വർഷം എടുത്താണ് ക്രേദർ ഈ നരവംശാസ്ത്രക്കുറിപ്പുകൾ ക്രോഡീകരിക്കുന്നത്. നരവംശാസ്ത്രക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചതോടുകൂടി മാർക്സിൻ്റെ അവസാനകാല ചിന്തയിലുണ്ടായ ധൈഷണികമായ മാറ്റങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരിപൂർണ്ണ ചിത്രം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദാസ് ക്യാപിറ്റൽ എഴുതിയതിന് ശേഷം പുറത്തിറങ്ങിയ നരവംശാസ്ത്ര പുസ്തകങ്ങളാണ് അദ്ദേഹം വായിക്കുന്നത്. അതായത് ദാസ് ക്യാപിറ്റൽ എഴുതുന്ന കാലത്ത് അവൈലബിൾ അല്ലാതിരുന്ന പുസ്തകങ്ങൾ, പ്രസിദ്ധീകരിച്ചിട്ടില്ലാതിരുന്ന പുസ്തകങ്ങൾ. അത് ഒരു ആവിഡ് റീഡർ ആയിരുന്നല്ലോ. സ്വാംശീകരിക്കാൻ പുസ്തകങ്ങൾ വായിക്കുകയും അതിലെ ആശയങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്യുന്നതിൽ വലിയൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത്രയുള്ള വലിയ പ്രതിഭാശാലിയായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ 1870-നും 1880-നും ഇടയിൽ ഇറങ്ങിയ ചില നരവംശാസ്ത്ര പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വീക്ഷണങ്ങളെ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഈ കുറിപ്പുകളിലുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ട് ജനാധിപത്യത്തെക്കുറിച്ച്, സോഷ്യലിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ച്, ബ്രാഹ്മണ്യത്തെക്കുറിച്ച് ഒക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളും അതുപോലെ തന്നെ സമീപനങ്ങളിൽ ഉണ്ടാവേണ്ട മാറ്റത്തെക്കുറിച്ചുള്ള സൂചനകൾ ബ്രാഹ്മണ്യത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ബ്രാഹ്മണ്യത്തെക്കുറിച്ച് നേരിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മണ്യത്തെക്കുറിച്ച് അംബേദ്കറൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ ശക്തമായ വിമർശനം. ഇന്ത്യയിലെ സ്ത്രീകളെ അടിച്ചമർത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഈ ബ്രാഹ്മണ്യ വ്യവസ്ഥയാണ് എന്ന് മാർക്സ് നരവംശാസ്ത്രക്കുറിപ്പുകളിൽ പറയുന്നുണ്ട്. നമ്മളൊരിക്കലും ഉദ്ധരിക്കാറില്ലെങ്കിൽ പോലും അത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സതി എന്ന് പറയുന്ന ആചാരത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായൊരു കുറിപ്പ് അതിലുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ഈ വിധവ ബേണിംഗ് എന്ന് പറയുന്നത്, വിഡോ ബേണിംഗ് എന്ന് പറയുന്നത് പിന്നെ ഈ സ്വകാര്യ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സ്ത്രീയുടെ സ്വകാര്യ സ്വത്ത് അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാനും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയെ കൊല്ലുന്നത്. ഞാൻ പറയുന്നത് ഇത് പൂർണ്ണമായിട്ട് ശരിയാണോ എന്നുള്ളതല്ല പ്രശ്നം. കാരണം മാർക്സ് എഴുതുന്നത് വളരെ വിദൂരത്തിൽ നിന്നുള്ള എഴുതുന്നത്. പക്ഷേ ഇതുവരെ നമുക്ക് സതിയെ പറ്റിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഈ സ്ത്രീ ജീവിച്ചിരുന്നാൽ പിഴച്ചു പോകും എന്നുള്ളത് കൊണ്ട് അവരെ കൊല്ലും എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, വിശകലനമുള്ളൂ. അങ്ങനെ അല്ലാതെ സ്വകാര്യ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടത്, സ്വത്തുടമസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് മാർക്സ് പറയുകയാണ് ചെയ്യുന്നത്. അത് ശരിയുമാണ്. പിന്നെ കൃത്യമായി നോക്കിക്കഴിയുമ്പോൾ അത്തരത്തിലൊരു ഉദ്ദേശം ഇതിനുണ്ട്. അതല്ലാത്ത ഘട്ടങ്ങളിൽ കൊല്ലുന്നില്ല. കൃത്യമായ കേസുകൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, പിന്നെ അതുപോലെ തന്നെ ഈ വിപ്ലവത്തെക്കുറിച്ചിട്ട് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ കുറിപ്പുകളിലും. അതുപോലെ തന്നെ വേരാ സുലുവിച്ച് എന്ന് പറഞ്ഞൊരു വിപ്ലവകാരി ഉണ്ടായിരുന്നു റഷ്യയിൽ. ആ സ്ത്രീ ഇദ്ദേഹത്തിന് ഒരു കത്ത് എഴുതുന്നുണ്ട്, ആ ആക്ടിവിസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഒരു കത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ കത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ സാമൂഹ്യ മാറ്റത്തിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് അവർ മാർക്സിസ്റ്റ് പാർട്ടി, അന്ന് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലല്ല, പിന്നെ ഒരു അരാജക ഗ്രൂപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം വെച്ചാൽ നിങ്ങളുടെ അനുയായികളാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, വ്യാവസായിക വിപ്ലവം നടന്നു കഴിഞ്ഞാൽ മാത്രമേ തൊഴിലാളി വർഗ വിപ്ലവം നടക്കുകയുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ മാർക്സ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാണ്. എന്ത് ചോദിച്ചാലും മാർക്സ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്താണ് ഇതിൻ്റെ സംഗതി എന്ന് പറഞ്ഞാണ് ഇവരൊരു കത്ത് മാർക്സിന് അയക്കുന്നത്. മാർക്സ് അതിന് ഒരു വിപുലമായ മറുപടി തയ്യാറാക്കുന്നുണ്ട്. 4 ഡ്രാഫ്റ്റാണ് അത് അതിന് തയ്യാറാക്കിയത്. 4500 വാക്ക് മുതൽ 350 വാക്ക് വരെയുള്ള വിവിധ ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ 350 വാക്കുള്ള ഡ്രാഫ്റ്റാണ് അയക്കുന്നത്. പക്ഷേ മറ്റ് ഡ്രാഫ്റ്റുകൾ അവൈലബിൾ ആണ്. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ലോകത്തെവിടെയും വ്യാവസായിക വിപ്ലവം നടന്നാൽ, മുതലാളിത്തം ഉണ്ടായാൽ മാത്രമേ വിപ്ലവം നടക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെൻ്റെ മേൽ കെട്ടിയേൽപ്പിക്കുന്നതാണ്. എൻ്റെ പുസ്തകം ഇത് പറയുന്നതല്ല. എൻ്റെ പുസ്തകം ഇംഗ്ലണ്ടിലെ സാമ്പത്തിക മുതലാളിത്ത വളർച്ചയെക്കുറിച്ചിട്ടുള്ളതാണ്. അവിടെ ഇത് സംഭവിക്കുന്നുള്ളതാണ്. ഫ്രാൻസിൽ പോലും ഇത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിലെ കമ്മ്യൂണുകൾ ഇപ്പോൾ പൊതു ഉടമസ്ഥയിലുള്ളതാണ് ബഹുഭൂരിപക്ഷവും. അതിൽ നിന്ന് കുലാക്കുകളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ശല്യം ഒഴിവാക്കി നിങ്ങൾക്ക് അതിനെ വിമോചിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഈ മുതലാളിത്തം വരാതെ തന്നെ നേരിട്ട് പൊതു ഉടമസ്ഥതയിൽ നിന്ന് നിങ്ങൾക്ക് സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക്
റഷ്യയെ കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാതെ റഷ്യയിൽ രക്തരൂഷിതമായ വിപ്ലവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം വിപ്ലവം നടക്കാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് റഷ്യ എന്ന് തന്നെ മാർക്സ് പറയുന്നു. എന്ന് തന്നെ മാർക്സ് പറയുന്നുണ്ട്. അതായത് എന്തൊക്കെയാണോ മാർക്സിനെതിരെ നമ്മൾ സാധാരണയായിട്ട് വലതുപക്ഷം വെക്കുന്ന വിമർശനങ്ങൾ, അതായത് ഇദ്ദേഹം രേഖീയമായ ഒരു ചരിത്ര പ്രക്രിയ അദ്ദേഹം പറയുന്നുണ്ട്, രേഖീയമായ ഒരു ചരിത്ര വികാസം ഉണ്ട് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്നാണ്, എവിടെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചരിത്ര സംക്രമണത്തെക്കുറിച്ചുള്ള ചില മൂർത്തമായ ചരിത്രത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മുതലാളിത്തം ഉണ്ടായ ഒരു ഉദാഹരണമാണ് ഇംഗ്ലണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. റഷ്യയിൽ ഇങ്ങനെ ആവണമെന്ന് യാതൊരു തരത്തിലും നിർബന്ധമില്ലെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്ന സമയത്ത് അമേരിക്കയും റഷ്യയെയും കുറിച്ച് അതിനകത്ത് സൂചിപ്പിച്ചില്ല എന്ന് പിന്നെ പ്ലഗ്നോവ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ട്രാൻസ്ലേഷൻ നടത്തിയപ്പോൾ അതിന് എഴുതി കൊടുത്ത ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് റഷ്യ ഈസ് നൗ ബിക്കമിങ് ദ വങ്കാർഡ് ഓഫ് വേൾഡ് റെവല്യൂഷൻ എന്നാണ്. അപ്പോൾ യൂറോപ്പിലാണ് വിപ്ലവം നടക്കുക എന്ന് മാർക്സ് പറഞ്ഞത് തെറ്റല്ലേ? അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു മാർക്സിനെയും അതുപോലെ തന്നെ ജനാധിപത്യത്തെ പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ നോർത്ത് അമേരിക്കയിലെ ഇറുഗ്വയ് ട്രൈബൽ വിഭാഗങ്ങളുടെ പൊളിറ്റിക്കൽ സംഘാടനത്തെക്കുറിച്ചിട്ട്, രാഷ്ട്രീയ രൂപത്തെക്കുറിച്ചിട്ടുള്ള വിശദമായ ചർച്ച നടത്തിയിട്ട് അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്കടക്കം വോട്ടവകാശം ഉണ്ടായിരുന്നതും തിരിച്ചു വിളിക്കാൻ അവകാശം ഉണ്ടായിരുന്നതുമായിട്ടുള്ള കോൺഫെഡറസി ആയിരുന്നു ഈ ഇറുഗ്വയ് കോൺഫെഡറസി എന്നാണ്. അതുകൊണ്ട് മുതലാളിത്തമാണ് ജനാധിപത്യം തന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. മുതലാളിത്തം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ആവശ്യം തന്നെ ഇല്ല. അതുണ്ടായി എന്നുള്ളത് വേറൊരു കാര്യം, പക്ഷേ അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. മനുഷ്യന് വേണമായിരുന്നെങ്കിൽ പൊതു ഉടമസ്ഥതയിൽ നിന്ന് ഇതിനെ തന്നെ വിപുലപ്പെടുത്തിയിട്ട് സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് പോകാമായിരുന്നു എന്നാണ് മാർക്സ് പറയുന്നത്. അത് വളരെ വിപ്ലവകരമായി ഇന്ന് നമ്മൾ അറിയുന്ന മാർക്സിസ്റ്റ് ചിന്തയെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന ഒരു ചിന്തയാണ്. അത് കൂടുതൽ ചർച്ച ആവശ്യമുള്ളതാണ്. എൻ്റെ വായനയിൽ തെറ്റുണ്ടാവാം, അല്ലെങ്കിൽ പരിമിതികളുണ്ടാവാം, സൈദ്ധാന്തികമായിട്ടുള്ള പാളിച്ചകളുണ്ടാകാം. അത് മറ്റുള്ളവരും കൂടി വായിക്കുമ്പോൾ, മറ്റുള്ളവരും കൂടി അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ള അറിവുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു ആമുഖം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ നരവംശാസ്ത്രക്കുറിപ്പുകളിലെ കാർൾ മാർക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അവസാനമായിട്ട് മാഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട താല്പര്യമുള്ള വിഷയമാണല്ലോ ഈ നിർമ്മിത ബുദ്ധിയും അതുപോലുള്ള സൈബോർഗൻ മനുഷ്യൻ്റെ ജൈവ പരിണാമം അവസാനിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും ഇനി ശരീരത്തിലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള സൈബോർഗുകളുടെ കാലമാണ്. അതുണ്ടാക്കുന്ന ധാർമ്മിക ദാർശനിക പ്രതിസന്ധികളെ മനുഷ്യവംശം എങ്ങനെ അതിജീവിക്കും? ചുരുക്കി പറഞ്ഞാൽ അത് ചുരുക്കി പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വിവേഷ് അറിയാവുന്നതുപോലെ ഞാനൊരു പുസ്തകം തന്നെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് ഹ്യൂമൻ വിചാര ലോകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തിൻ്റെ സ്ഥിതിയാണ്. ഇതിനെ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. കാരണം ആരാണ് ഇപ്പോൾ എ ഭയപ്പെടുന്നത് എന്നുള്ളത് പിന്നെ ഒരു പ്രശ്നമാണ്. എ ഭയപ്പെടുന്ന എ സൃഷ്ടിച്ചവർ തന്നെയാണ്. ഇലോൺ മസ്കും മറ്റുള്ളവരുമാണ് ഇതിനെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കുന്നത്. പ്രധാനപ്പെട്ട എയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ചേർന്ന് പ്രസ്താവന പോലും ഇറക്കി. ഒന്നല്ല 2-3 പ്രസ്താവനകളവർ ഇറക്കി. ഇപ്പോൾ ജോൺ ബൈഡൻ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു വകുപ്പിൽ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ സുനക്ക് ഇംഗ്ലണ്ടിൽ ഇതിനെപ്പറ്റി ഒരു വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഇന്ത്യയിൽ നിന്നൊക്കെ പ്രതിനിധികൾ പോയിരുന്നു. ഇതിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെ എന്നുള്ളത് ചോദിച്ചിട്ട്. ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഉൽപ്പാദന ശക്തികളുടെ മറ്റൊരു തരത്തിലുള്ള ഒരു അൺലീഷിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മൂലധനത്തെ സംബന്ധിച്ചിടത്തോളം മൂലധനത്തിന് ഇതിന് മുകളിലൊരു നിയന്ത്രണമില്ല. മൂലധനത്തിന് സത്യം പറഞ്ഞാൽ ഒരു കാലത്തും അതിൻ്റെ മുകളിലൊരു നിയന്ത്രണമില്ല. അതിന് മറ്റെല്ലാം നിയന്ത്രിക്കാമെന്നേ ഉള്ളൂ. മൂലധനത്തിന് അക്യൂമുലേഷൻ ആണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട വശമെന്ന് പറയുന്നത്. അക്യൂമുലേറ്റ് എന്നാണല്ലോ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ മൂലധനത്തിൻ്റെ ആദ്യത്തെ വാചകം കമ്മോഡിറ്റീസ് ആയിട്ടാണ് അസറ്റ് അക്യൂമുലേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കമ്മോഡിറ്റീസ് ആയിട്ട് മാത്രമല്ലല്ലോ അക്യുമുലേറ്റ് ചെയ്യുക. അക്യുമുലേറ്റ് ചെയ്യുന്നതിന് പല മാർഗ്ഗങ്ങളുണ്ട്. അതാണ് ഈ വാല്യൂ ഓഫ് എവരിതിങ് എന്നും പറഞ്ഞ് മാരിയോ മാസുക്കറ്റയുടെ ഒരു പുസ്തകമുണ്ട്. അത് ജോൺ പോൾ മാർപ്പാപ്പയും അതുപോലെ തന്നെ CPM എക്കോണമിസ്റ്റ് ആയിട്ടുള്ള ജയ്തി ഘോഷും ഒക്കെ അംഗീകരിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. എല്ലാവരും വായിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ മൂല്യം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതൊരു വലിയ ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ്. അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് അസറ്റ് എന്നുള്ളത്. ആ അർത്ഥത്തിൽ അൺലീഷ് ചെയ്തിരിക്കുന്ന ഈ മൂലധനത്തിൻ്റെ ഒരു സാധ്യതയാണ്. മൂലധനത്തെ സംബന്ധിച്ചോളം അത് ആവശ്യമാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് തൊഴിൽ മേഖലയിൽ നിന്ന് ആൾക്കാർ പുറത്തിറങ്ങുന്നതൊന്നും പിന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് പലരും കാണാത്തത്. പക്ഷേ പ്രശ്നം അതല്ല. ഈ സൈബോർഗ് ആയാലും മനുഷ്യനായിട്ട് തന്നെ അവശേഷിക്കുമല്ലോ. സൈബോർഗ് ആണെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ. ഈ ഭക്ഷണം കഴിക്കാൻ മനുഷ്യൻ്റെ കയ്യിൽ പൈസ വേണമെങ്കിൽ മനുഷ്യന് ജോലി വേണം. ജോലി നിരന്തരം പോയിക്കൊണ്ടിരുന്ന എയുടെ ഒരു പ്രധാന പ്രശ്നം എന്താണ്? ഇതുവരെയുള്ള ടെക്നോളജി ആൾക്കാരെ പുറത്താക്കും, ജോലിയിൽ നിന്ന് പുറത്താക്കും, പക്ഷേ വേറെ എവിടെയെങ്കിലും ജോലി സൃഷ്ടിക്കും.
അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് ഒരു സാധ്യത കൊടുക്കും, നിങ്ങൾ നന്നായി വാ, ഇതൊക്കെ പഠിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് ജോലി തരാം എന്ന് പറയുന്നത്. പക്ഷേ എ ഐ പുറത്താക്കുന്നത് ആരെയാണ്? എ ഐ പുറത്താക്കുന്നത് എ തന്നെയാണത് പുറത്താക്കുന്നത്. കൂടുതൽ ആൾക്കാരെ പുറത്താക്കാനല്ലാതെ ആൾക്കാരെ എടുക്കുന്ന ഒരു ഇത് കൊണ്ടുവരുന്ന എ ഐയുടെ ആവശ്യമില്ല. എ ഐ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് തന്നെ മനുഷ്യനെ ഒഴിവാക്കിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് വർക്ക് നടത്തുക എന്നുള്ളതാണല്ലോ. മനുഷ്യൻ റിഡൻഡൻ്റ് ആവുകയാണ്. മനുഷ്യൻ പണ്ട് തന്നെ മുതലാളിത്തത്തിന് റിഡൻഡൻ്റ് ആയിരുന്നു ആ അർത്ഥത്തിൽ. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ റിഡൻഡൻ്റ് ആവുന്നത് ഇപ്പോഴാണ്, എ ഐ കാലത്താണ്. ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് മുതലാളിത്തത്തിന് മൂലധനത്തിന് സാധിക്കും തോന്നുന്നില്ല. അത് മറ്റൊരു തലത്തിലേക്ക് അത് സംക്രമിക്കുക മാത്രമേ വഴിയുള്ളൂ. അതിൻ്റെ രൂപഭാവങ്ങൾ എന്താണ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ അവിടെയാണ് ഇവർ ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആശയം കൊണ്ടുവരുന്നത്. കാരണം ഇത്രയധികം മനുഷ്യരെ എങ്ങനെ അടക്കി നിർത്തും, ഇത്രയും മനുഷ്യരെ എങ്ങനെ കലാപത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തും, കലാപത്തിൽ നിന്ന് അടക്കി നിർത്തും എന്നുള്ളത് ലോകത്തിലെ മൂലധനം, ഈ എ ഐ മൂലധനം നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം മനുഷ്യൻ സ്വാഭാവികമായിട്ടും അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ, അവർക്ക് വിശക്കുമ്പോൾ അവർ കലാപം ചെയ്യും. ആ കലാപം ആഗോളതലത്തിൽ തന്നെ രൂപപ്പെട്ട് വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് മൂലധനത്തിന് ക്രിയാത്മകമായിട്ട് അവർ കണ്ടുപിടിക്കേണ്ട ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്.